ഹായ് വ്യൂവേഴ്സ്, ഗോവൂസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനല് ഒന്ന് ഷെയർ ചെയ്യണം, കമന്റുകളൊക്കെ എഴുതണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഞാനൊരു സവോള 2 സവോള വലിയത് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആഡ് ചെയ്യുകയാണ് നമ്മൾ. എന്നിട്ട് ചെറുതായിട്ടത് വഴറ്റി കൊടുക്കും. സവോള ചെറുതായിട്ടേ വഴറ്റാം, ഒരുപാട് വഴറ്റരുത്. ഒരു ചെറിയ ബ്രൗൺ നിറം വരുമ്പോഴത്തേക്ക് നമ്മൾ നിർത്തണം. അതിലേക്ക് പിന്നെ നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഒരു 2 പച്ചമുളകും ചേർക്കാം. ആ സവോള വഴറ്റുന്ന ശ്രദ്ധിക്കണേ, ഒരുപാട് ബ്രൗൺ ആയ സ്വാദൊക്കെ മാറും. അതുകൊണ്ട് ആ ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റി അത് യോജിപ്പിക്കലേ ചെയ്യാവൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടൊമാറ്റോ, ചെറുതാണ്, അധികം പുളിയില്ല, ഞാൻ ചേർക്കുന്നു. അത് നന്നായിട്ടൊന്ന് വഴറ്റുക. ടൊമാറ്റോ ഒന്നുകൂടി ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കാം. ഞാനൊരു ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, ചെറിയ ഗ്ലാസ്സിനാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കുക. നമ്മൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിടാം. ടൊമാറ്റോയും സവോളയൊക്കെ വെന്ത് യോജിച്ചിട്ടുണ്ട്. ഇനി നമ്മള് കരിവേപ്പില, നല്ല കരിവേപ്പില ഇതിലോട്ട് കുറച്ചിടാം. അതുകൂടെ ഒന്ന് തിളക്കട്ടെ, അപ്പൊ നല്ല സ്വാദാണ്. ഇനി നമ്മൾ ഇത് ഓഫ് ആക്കിയിട്ട് തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. തലപ്പാൽ മാത്രം ചേർത്താൽ മതി. അതല്ല, ഈ തേങ്ങയൊക്കെ പൊട്ടിച്ചെടുക്കാനൊക്കെ പ്രയാസമുള്ളവർക്ക്, ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് ഇതാ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്താലും മതി. ഞാനിപ്പോ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഞാൻ ഒഴിച്ചു. ഇത് മതി, ഇനി തിളപ്പിക്കാൻ പാടില്ല. കുറച്ചുകൂടി ഇട്ടു, ധാരാളം ഇടണം കരിവേപ്പില, നല്ല സ്വാദായി. ഇപ്പൊ തേങ്ങാപ്പാലും ഒക്കെ ആയിട്ട് നല്ല കുറുകിയിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഈ കറി നമുക്ക് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ എല്ലാം കഴിക്കാം. നിങ്ങൾ ഇതിൽ മസാല ചേർക്കരുത്, ചേർത്താൽ ഈ കറിയുടെ ടേസ്റ്റ് പോയി. കറിയുടെ സ്വാദ് കൂട്ടാനുള്ള ഒരു മാർഗം, ലാസ്റ്റില് വാങ്ങിയൊക്കെ വെച്ചിട്ട് സ്വല്പം തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുക. നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കുക. ഈ കറിയിൽ ഒരു മസാലയും ചേർക്കാതെ സ്വാദിഷ്ടമായ കറി പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കി വേഗം വൈകിട്ടൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചെയ്തെടുക്കാവുന്ന. ഇതെല്ലാവരും ചെയ്തു നോക്കുക, വളരെ ടേസ്റ്റിയാണ്. ഇത് 3 പേർക്കുള്ള സെർവിങ്ങിനുള്ളതാണ്. പിന്നെ ഇതില് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ളത് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഈ കറിക്ക് നമ്മൾ വെളുത്തുള്ളിയും ഒന്നും ചേർക്കരുത്, മസാല കറി ഒന്നും ചേർക്കരുത്, പൊടിയൊന്നും ചേർക്കരുത്, ടേസ്റ്റ് മാറിപ്പോകും. അഥവാ അത്ര അത്യാവശ്യമാണെങ്കിൽ ഒരു സ്വല്പം പെരിഞ്ചീരകം പൊടിച്ചത് ലാസ്റ്റ് ചേർക്കാം. പക്ഷെ അതില്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും ഒക്കെ സ്വാദ് വരുമ്പോ തന്നെ നല്ല കറിയാ, കരിവേപ്പിലയൊക്കെ വരുമ്പോ. ഏതായാലും ചെയ്തു നോക്കൂ. ഇനി ഞാൻ വേറൊരു എളുപ്പമുള്ള ഒരു കറിയുമായിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അടുക്കൽ വരാം.